വെൽക്കം ബാക്ക് ടു വീക്കിലി ലുക്ക്. ഇറ്റ്സ് മീ അൽത്തഫ് ഫ്രം കറൻസി പിപ്സ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള 3 പേയേഴ്സാണ് യൂറോ, GBP, ഗോൾഡ്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് യൂറോ യൂസ്ഡ് ആണ്. യൂറോ യൂസ്ഡിൽ മന്ത്ലി ചാർട്ടാണ് നോക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ എന്ത് ചെയ്ത് കഴിഞ്ഞ മാസം ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ് മന്ത്ലി ബേസ് നോക്കുകയാണെങ്കിൽ. ഈ ഒരു എക്സ്ട്രീം ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുക, ഈ ഒരു സപ്ലൈ സോണിൽ നമുക്ക് ചെറിയ റിയാക്ഷൻ നോക്കാം. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് സെൽ സൈഡ് നോക്കാവുന്നതാണ്. മന്ത്ലി ബേസിൽ വീക്കിലോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ വീക്ക്ലിയിൽ ഈ ഒരു മന്ത്ലിയുടെ സപ്ലൈ ഫെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു റിയാക്ഷൻ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഏരിയക്ക് എന്ത് ചെയ്യുക, ഫ്ലിപ്പ് സോൺ എന്ന് പറയാം. കഴിഞ്ഞ വീക്ക്ലി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീക്ക്ലിയിലും ബുള്ളിഷ് ആയിട്ടാണ് ഈ ഒരു മന്ത്ലിൻ്റെ ഹൈ എന്ത് ചെയ്ത് ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ട് ബുള്ളിഷ് തന്നെ നമ്മളെ വ്യൂ നോക്കാൻ പോകുന്നത്. പിന്നെ അതേപോലെ ഡെയിലിയുടെ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഡെയിലിയുടെ ഐഡിയം ഇതാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയം എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് സിംഗിൾ ക്യാൻ ലോബി കിട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് എന്ത് ചെയ്യുക, ബൈ നോക്കാം. പിന്നെ വരുന്നത് 4 ഹവറിൻ്റെ ടൈം ഫ്രെയിമാണ്. 4 ഹവറിൻ്റെ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഐഡിയം ഉണ്ട്. ഐഡിയമിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷേ എന്ത് ചെയ്താൽ റിജക്ഷൻ ആയിട്ടാണ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് നിൽക്കുന്നത്. നമുക്ക് കറക്റ്റ് ഒരു കൺഫർമേഷൻ, നല്ല ഒരു ബോഡി ബ്രേക്കോടെ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ബൈ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നല്ല ലിക്വിഡിറ്റീസ് ഉണ്ട്. ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻ ലോബി കിട്ടി കഴിഞ്ഞാൽ ബൈ നോക്കാവുന്നതാണ്. പിന്നെ നോക്കാൻ പോകുന്നത് നമ്മൾ GBPൻ്റെ ആണ്. GBPയിൽ മന്ത്ലി വൈസ് നോക്കുകയാണെങ്കിൽ മന്ത്ലിയുടെ സപ്ലൈസ് ഫെയിൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഹൈ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ടുള്ള മന്ത്ലിനെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ബിയറിഷ് ഒരു മൊമെൻറ്റം തന്നിട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ വീക്ക്ലി ചാർട്ട് പോകുകയാണെങ്കിൽ വീക്ക്ലിയിൽ വരുമ്പോൾ ഇവിടെ ഒരു ഐഡിയം ഉണ്ട്. ഇത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മാർക്കറ്റ് ഇവിടുന്ന് ഒരു വീക്ക്ലി ബേസിൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. ഇവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിയെങ്കിൽ സെല്ല് നോക്കാവുന്നതാണ്. ഡെയിലി ബേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ഡെയിലിയുടെ സ്ട്രക്ചർ ഇതാണ് വരുന്നത്. ഡെയിലിയുടെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്കൊരു ബൈ സ്ട്രക്ചർ എടുക്കുക. കാരണം ഇവിടുന്ന് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു മൈനസ് സ്ട്രക്ചറിൻ്റെ സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു ഡിമാൻഡ് സോണിൽ ബൈ നോക്കാവുന്നതാണ്. നല്ല കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കാരണം വീക്ക്ലിയുടെ ഐഡിയം കൂടെയാണ് ഈ ഒരു ഡെയിലിയുടെ ലോ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, പക്ഷേ കൂടുതൽ ചാൻസ് ഇവിടുന്ന് ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തിട്ട് വീക്ക്ലിയുടെ ഡിമാൻഡ് സോൺ തട്ടിയിട്ട് ഇവിടുന്ന് ഒരു റിയാക്ഷൻ തരാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് 4 ഹവറിൻ്റെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ 4 ഹവറിൻ്റെ സ്ട്രക്ചർ ഹൈ വരുന്നത് ഇതും ലോ വരുന്നത് ഇതുമാണ്. 4 ഹവറിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഐഡിയം ഉണ്ട്. ഐഡിയമിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് വരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഇപ്പോഴും എന്ത് ചെയ്തില്ല, ഈ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയിട്ടില്ല. കാരണം വിക് സ്വീപ്പാണ് കിട്ടിയത്. ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻ ലോബി ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഈ ഒരു റിയാക്ഷനാണ് ഇത് തരുന്നത്. ഇവിടുന്ന് കറക്റ്റ് ഒരു കൺഫർമേഷൻ കിട്ടുമെങ്കിൽ ഈ ഒരു ഹൈന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് ബൈ കണ്ടിന്യൂസ് ആയിട്ട് ബൈ നോക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലിയുടെ സ്ട്രക്ചർ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്കൊരു ബൈ എടുക്കാം. അതേപോലെ തന്നെ ഗോൾഡിൻ്റെ മന്ത്ലി വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ ബേസ് വരുമ്പോൾ മന്ത്ലി ഇപ്പോഴും ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഒരു കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. നമ്മൾ വീക്ക്ലി ബേസ് പറയുകയാണെങ്കിൽ വീക്ക്ലീസിൽ നമുക്ക് ഒരു വലിയ മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റ് തരാതെയാണ് മാർക്കറ്റ് നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലിക്വിഡിറ്റി ബേസിൽ, അതായത് ഓർഡർ ബ്ലോക്കിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഇവിടുന്ന് എന്ത് ഇതാണ് ലിക്വിഡിറ്റി വരുന്നത്. ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു വീക്ക്ലിയുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. ഇവിടുന്ന് ഒരു ബൈ നോക്കാം. ലോവർ ടൈം ഫ്രെയിമിൽ ഒരു 4 ഹവറിൻ്റെ ഒക്കെ ചേഞ്ച് ഓഫ് കാറ്റർ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് ബൈ എടുക്കാം. പിന്നെ വരുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഇതാണ് വരുന്നത്. ഡെയിലി ബേസിസ് വരികയാണെങ്കിൽ ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ബ്രേക്കോ സ്ട്രക്ചർ വരുന്നത്. അതിന് അർത്ഥം ഇവിടുന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്, പ്രോബബിലിറ്റി കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ ഈ ഒരു ലോ അതേപോലെ തന്നെ വീക്ക്ലിയുടെ ഐഡിയയും കൂടിയാണ്. അപ്പോൾ നമ്മൾ അതുകൂടി നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ലോവർ ടൈം ഫ്രെയിം നല്ല കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക, ഇവിടുന്ന് ബൈ നോക്കാം. പിന്നെ 4 ഹവറിൻ്റെ സ്ട്രക്ചർ വരികയാണെങ്കിൽ 4 ഹവറിൻ്റെ സ്ട്രക്ചർ വരെ നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് കളിക്കുന്നത്. അതായത് കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഇവിടുന്ന് ചേഞ്ച് ഓഫ് കാറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ ഹൈ ഒക്കെ സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വരുന്നത്. ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ചേഞ്ച് ഓഫ് കാറ്റർ അല്ലെങ്കിൽ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബിയർ സ്ട്രക്ചർ തന്നെയാണ്. നമ്മൾ ഒരു 4 ഹവറിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ബിയർ സ്ട്രക്ചർ തന്നെ വരുന്നത്. ഇതിൽ എന്ത് ഈ ഐഡിയം മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു ലോ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈയും ഈ ഒരു ലോ ആണ്. 4 ഹവറിൻ്റെ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഐഡിയം എടുത്തിട്ട് മാർക്കറ്റ് ഈ ഒരു റിയാക്ഷൻ തന്നത്. പക്ഷേ എന്തുണ്ട്, ഈ ഒരു ഐഡിയം ഫെയിൽ ആയിട്ടുള്ള കാരണം ഇവിടുന്ന് ഈ ഒരു റിയാക്ഷൻ തന്നിട്ട് എന്ത് ഈ ഒരു ഹൈയും സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് തന്നിക്കണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് സെല്ല് നോക്കാം. സെല്ല് നോക്കണമെങ്കിൽ ഒന്നുകൂടി കൺഫർമേഷൻ മാറണം. കാരണം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഈ ഒരു ഹൈയും ഈ ഒരു ലോ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ്പാണ് കിട്ടിയിരിക്കണത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഇവിടുന്ന് നമുക്ക് ഒരു ബ്രേക്കോ സ്ട്രക്ചർ തന്നെ കിട്ടണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്ന് സെല്ല് നോക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഈ സ്വീപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു സ്വീപ്പ് ചെയ്തിട്ട്
ഇവിടുന്ന് ഒരു റിയാക്ഷൻ മേലോട്ട് തരാം. കാരണം ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇവിടുന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് ബൈ സൈഡ് നോക്കാവുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിൽ എത്തിക്കാൻ നമുക്ക് സെല്ല് നോക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ചാൻസ് വരുന്നത് നമുക്ക് ഈ ഒരു ലോ എന്ത് ചെയ്യും, ബ്രേക്ക് തന്നെ കിട്ടണം. ഇന്ന് നമുക്ക് എന്ത് ചെയ്യുക, സെൽ സൈഡ് എന്ത് ചെയ്യുക, നമുക്കൊന്ന് സെൽ സൈഡ് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 3 പേഴ്സാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലോട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വീക്കിലും പറയുന്ന പോലെ തന്നെ ഓർഡർ ബ്ലോക്ക്, ലിക്വിഡിറ്റി, ഈ കൺസെപ്റ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ ബൈയോ സെല്ലോ എടുക്കണം. നിങ്ങളേതായ കൺഫർമേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എൻട്രി എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.